السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുവാൻ ഒരു യഹൂദി ഗോത്രമായ ബനു നദീർ നടത്തിയ ഗൂഢാലോചനയെപ്പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുവാൻ അവരുണ്ടാക്കിയ പദ്ധതിയെ അള്ളാഹു എങ്ങനെയാണ് പരാജയപ്പെടുത്തിയതെന്ന് വിശദീകരിക്കാമെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് എഴുതുന്നു: വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗൂഢാലോചനയെപ്പറ്റി അറിവ് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു മേൽ കല്ല് വീഴ്ത്തി വധിക്കുവാൻ വേണ്ടി അംർ ഇബ്നു ജഹഷ് വീടിനു മുകളിൽ കയറിയപ്പോൾ യഹൂദികളുടെ ഈ ഗൂഢാലോചനയെപ്പറ്റി വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ തൽസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരെ അവിടെ തന്നെ വിട്ട് എന്തോ ജോലി തീർക്കാനുള്ളതുപോലെ അവിടെ നിന്ന് പോവുകയുണ്ടായി. അങ്ങനെ അതിശീഘ്രം മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും തൻ്റെ അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെന്നായിരുന്നു സഹാബാക്കൾ കരുതിയത്. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് ആശങ്കയാവുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്വേഷിക്കാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. വഴിയിൽ മദീനയിൽ നിന്ന് വരുന്ന ഒരാളെ അവർ കാണാൻ ഇടയായി. അവർ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു: ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിക്കുന്നത് കാണുകയുണ്ടായി. സഹാബാക്കൾ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ എന്ത് ഗൂഢാലോചനയാണ് ചെയ്തതെന്ന് സഹാബാക്കളോട് പറയുകയുണ്ടായി. മറുഭാഗത്ത് യഹൂദികൾ പരസ്പരം കൂടിയാലോചന നടത്തുന്നതിനിടെ മദീനയിൽ നിന്ന് ഒരു യഹൂദി എത്തി. തൻ്റെ സുഹൃത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരസ്പരം കൂടിയാലോചന നടത്തുന്നത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു: നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു: ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുവാനും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളെ ബന്ദികളാക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. അയാൾ ചോദിച്ചു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? അവർ പറഞ്ഞു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അപ്പുറത്ത് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആഗതൻ അവരോട് പറഞ്ഞു: ഞാൻ അദ്ദേഹം മദീനയിൽ പ്രവേശിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. മറ്റൊരു നബി ചരിത്രകാരൻ ഇത് സംബന്ധമായി എഴുതുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരാൻ സമയമെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നമ്മൾ ഇവിടെ തങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കൽപ്പന വന്നിട്ടുണ്ടാകും. അങ്ങനെ അവർ എല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ യഹൂദികളുടെ നേതാവ് ഹുയൈ ബിൻ അഖ്തബ് പറഞ്ഞു: അബുൽ ഖാസിം ധൃതി കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയും ബ്ലഡ് മണിയുടെ കാര്യത്തിൽ കൂടിയാലോചന നടത്തുകയുമായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചതാണ്. സഹാബാക്കൾ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു.
അവർ അയാളോട് ചോദിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നുവോ? അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിക്കുന്നതായി ഞാൻ ഇപ്പോൾ കണ്ടതേയുള്ളൂ. സഹാബാക്കൾ അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അവിടെ നിന്ന് വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹമ്മത്തിൽ യഹൂദു ബിൽ ഗദരി ബി, അതായത് യഹൂദികൾ എന്നെ ചതിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക വെളിപാട് പ്രകാരം വേഗം അവിടെ നിന്ന് വരികയുണ്ടായി. സഹാബാക്കൾ അപകടാവസ്ഥയിൽ അല്ലായിരുന്നത് കൊണ്ടാണ് അവരോട് ഒന്നും പറയാതിരുന്നത്. യഹൂദികളുടെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സഹാബാക്കൾ സുരക്ഷിതരാണെന്നും അവർ തന്നെ തിരഞ്ഞുകൊണ്ട് ഉടനെ വരുമെന്നും ഉള്ള കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശങ്കയേതുമില്ലായിരുന്നു. ആ സമയത്ത് ഈ ആയത്തും ഇറങ്ങുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വസിച്ചവരെ, ഒരു ജനത നിങ്ങളുടെ നേരെ ദ്രോഹത്തിന്റെ കൈകൾ ഓങ്ങാൻ ഉറച്ച തീരുമാനമെടുത്തപ്പോൾ നിങ്ങളുടെ മേലുണ്ടായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സ്മരിക്കുക. അവൻ നിങ്ങളിൽ നിന്ന് അവരുടെ കൈകൾ തടഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. വിശ്വാസികൾ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിക്കേണ്ടതാണ്. ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധമായി എഴുതുന്നു. അവർ, അതായത് യഹൂദികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൽ ബാഹ്യമായി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഇരുന്നാലും ഞങ്ങളുടെ പങ്കിൽ വരുന്ന തുക ഉടൻ തന്നെ തരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഏതാനും സഹാബാക്കളും ഒരു മതിലിനടുത്ത് തണലിൽ ഇരുന്നു. ബനൂ നദീർ പരസ്പരം കൂടിയാലോചനയ്ക്ക് ഒരു ഭാഗത്തേക്ക് മാറുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ തങ്ങൾ പൈസയ്ക്കുള്ള സംവിധാനം ചെയ്യുകയാണെന്ന പ്രതീതി ഉണ്ടാക്കി. എന്നാൽ പൈസയ്ക്കുള്ള ഏർപ്പാട് ചെയ്യുന്നതിന് പകരം അവർ ഇത് നല്ലൊരു അവസരമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമരിൽ ചാരിയിരിക്കുന്നതിനാൽ ആരെങ്കിലും മറുഭാഗത്തോടു കൂടി വീടിന് മുകളിൽ കയറി നൗസുബില്ല ഒരു വലിയ കല്ല് അദ്ദേഹത്തിന്റെ മേലേക്കിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥ കഴിക്കണമെന്നും കൂടിയാലോചന നടത്തുകയായിരുന്നു. യഹൂദികളിലെ സലാം ബിൻ മുഷ്കം എന്ന ഒരാൾ ഈ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇത് വഞ്ചനയും നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി ചെയ്ത ഉടമ്പടിക്ക് വിരുദ്ധവുമാണ്. പക്ഷെ അവരാരും അത് ഗൗനിച്ചില്ല. അവസാനം അംർ ബിൻ ജഹഷ് എന്നു പേരുള്ള ഒരു യഹൂദി ഒരു വലിയ കല്ലുമെടുത്ത് വീടിന്റെ മുകളിലേക്ക് കയറി. അയാൾ അവിടെ നിന്ന് ആ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദേഹത്തേക്ക് ഇടാൻ പോവുകയായിരുന്നു. പക്ഷേ നിവേദനത്തിൽ പറയുന്നു, അള്ളാഹു യഹൂദികളുടെ ദുരുദ്ദേശത്തെപ്പറ്റി വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നതിൽ കാണിച്ച ധൃതി കണ്ടപ്പോൾ സഹാബാക്കളും യഹൂദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ അത്യാവശ്യ കാര്യത്തിനു വേണ്ടി എഴുന്നേൽക്കുകയാണെന്നാണ് കരുതിയത്. അതുകൊണ്ട് അവർ സമാധാനപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ മദീനയിൽ വരികയുണ്ടായി. സഹാബാക്കൾ കുറച്ചു നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാത്തിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരാതായപ്പോൾ അവർ അസ്വസ്ഥരായിക്കൊണ്ട് എഴുന്നേൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചുറ്റുപാടും തെരഞ്ഞുകൊണ്ട് അവസാനം മദീനയിൽ എത്തുകയുമുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് യഹൂദികളുടെ ഈ ഭയാനകമായ പദ്ധതിയെപ്പറ്റി അറിയിപ്പ് നൽകുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷമുള്ള യഹൂദികളുടെ അവസ്ഥയെപ്പറ്റി വിവരിച്ചുകൊണ്ട് എഴുതുന്നു, യഹൂദികൾ തങ്ങൾ ചെയ്ത കാര്യത്തിൽ വളരെയേറെ ലജ്ജിതരായിരുന്നു. ഒരു യഹൂദി കിനാന ബിൻ സവീറ അഥവാ സൂര്യ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയതെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ദൈവത്താണേ, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരിക. അയാൾ പറഞ്ഞു, തൗറാത്താണ് സത്യം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച വഞ്ചനയെപ്പറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങൾ സ്വയം വഞ്ചിതരാകരുത്. അള്ളാഹുവാണേ, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു.
നിങ്ങൾ വഞ്ചന കാണിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വെളിപാട് ഉണ്ടായപ്പോഴാണ് അദ്ദേഹം എഴുന്നേറ്റത്. തീർച്ചയായും അദ്ദേഹം അവസാനത്തെ പ്രവാചകനാകുന്നു. നിങ്ങൾ അവസാന പ്രവാചകൻ ഹാറൂന്റെ സന്തതി പരമ്പരയിൽ നിന്ന് വരുമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അള്ളാഹു ഇവിടെ നിന്ന് നിയോഗിക്കാനാണ് ഇച്ഛിച്ചത്. തീർച്ചയായും നമ്മൾ തൗറാത്തിൽ വായിക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അവയിൽ ഈ പ്രവാചകൻ മക്കയിൽ ജനിക്കുമെന്നും മദീനയിലേക്ക് പലായനം ചെയ്യുമെന്നും എഴുതിയിട്ടുണ്ട്. ആ നബിയെപ്പറ്റി തൗറാത്തിൽ പറഞ്ഞ ഗുണവിശേഷങ്ങൾ അദ്ദേഹത്തിൽ മാത്രമാണ് സാർത്ഥകമാകുന്നത്. നിങ്ങൾക്ക് രക്തം ചിന്തുകയല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ലെന്നും നിങ്ങൾ സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ഞാൻ കാണുന്നു. ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും സുരക്ഷിതമായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉയർന്ന സഹചരന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതുമാണ്. നിങ്ങൾ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയില്ല. യഹൂദികൾ കിനാന ബിൻ സൂരിക്ക് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ തൗറാത്തും മൂസയുടെ ഉടമ്പടികളും ഒഴിവാക്കുന്നതല്ല. കിനാന പറഞ്ഞു, മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ കാത്തിരിക്കുക. അദ്ദേഹം തൻ്റെ പട്ടണത്തിൽ നിന്ന് എത്രയും വേഗം നിങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതേ എന്ന് സമ്മതിക്കണം. അങ്ങനെയായാൽ പിന്നെ നിങ്ങളുടെ രക്തവും സമ്പത്തും തനിക്ക് അനുവദനീയമാണെന്ന് അദ്ദേഹം കരുതുകയില്ല. നിങ്ങളുടെ സമ്പത്തും സ്വത്തും നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ്. അത് നിങ്ങൾക്ക് വിൽക്കുകയോ കൂടെ കരുതുകയോ ചെയ്യാവുന്നതുമാണ്. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അതിന് തയ്യാറാണ്. സലാം ബിൻ മുഷ്കം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിത അവസ്ഥയിലാണ് അതിൽ ഭാഗവാക്കായത്. അദ്ദേഹം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് നമുക്ക് സന്ദേശം അയക്കുന്നതാണ്. ആ ഗോത്രത്തലവനോട് പറഞ്ഞു, അല്ലയോ ഹുയേ, അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ ഒഴികഴിവ് പറയാൻ നിൽക്കരുത്. സന്തോഷപൂർവ്വം രാജ്യഭ്രഷ്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുക. അപ്പോൾ ഹുയി പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നതും ഈ നാട്ടിൽ നിന്ന് പോകുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി യഹൂദികളുടെ ഗൂഢാലോചന സംബന്ധമായി എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്നതിനെപ്പറ്റി എഴുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ നാടുകടത്താൻ ഉത്തരവിട്ടു. എന്നാൽ അവർ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് തീരുമാനം മാറ്റിയെന്നാണ് തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ശേഷം ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ വിളിച്ചു വരുത്തി. അദ്ദേഹം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ നദീർ ഗോത്രക്കാരുടെ അടുക്കൽ പോയി നിങ്ങൾ ഉടൻ തന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശവുമായിട്ടാണ് താൻ വന്നതെന്ന് അറിയിക്കുക. മുഹമ്മദ് ബിൻ മസ്ലമ ബനൂ നദീർ ഗോത്രക്കാരുടെ അടുക്കലെത്തി പറഞ്ഞു, എന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിട്ടുള്ളത്. പക്ഷേ അത് കേൾപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അതേപ്പറ്റി നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. അവർ ചോദിച്ചു, അതെന്ത് കാര്യമാണ്? മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അള്ളാഹു മൂസ അലി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത തൗറാത്തിനെ മുൻനിർത്തി ചോദിക്കട്ടെ. ഇസ്ലാമിന് മുമ്പ് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അടുക്കൽ തൗറാത്തുമായി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഭക്ഷണം നൽകാം. യഹൂദിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ യഹൂദിയാക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഭക്ഷണം തന്നാൽ ഞാൻ തിന്നുന്നതാണ്. പക്ഷേ യഹൂദിയാകാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. പിന്നെ നിങ്ങൾ ഒരു പാത്രത്തിൽ ഭക്ഷണം തന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് യഹൂദ് മതം സ്വീകരിക്കാത്തത്? നിങ്ങൾ ഇബ്രാഹിം മതം അന്വേഷിക്കുകയാണോ? അബൂ ആമിർ റാഹിബ് ഇബ്രാഹിമി ദീനിനെ പിന്തുടരുന്ന ആളല്ലേ? ആ ദീനിൻ്റെ ഇന്ന ഇന്ന അടയാളങ്ങളോട് കൂടിയ നബി നമ്മുടെ അടുക്കൽ വരുന്നതാണ്. അദ്ദേഹം സുസ്മേരവദനും സത്യത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവപ്പ് നിറമുള്ളവയായിരിക്കും. അദ്ദേഹം യമനിൽ നിന്നാണ് വരിക. ഒട്ടകത്തിൽ സഞ്ചരിക്കുന്നതാണ്. ശിരസിൽ തലപ്പാവുണ്ടായിരിക്കും. ഉണക്കച്ചപ്പാത്തി കഴിക്കുന്നതിലും തൃപ്തനായിരിക്കും. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം യുക്തിയും ജ്ഞാനവും പറയുന്നതായിരിക്കും. യഹൂദികൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ എല്ലാ അടയാളങ്ങളും ശരിയാണ്. ഞങ്ങൾ ഈ അടയാളങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ അടയാളങ്ങൾ അദ്ദേഹത്തിൽ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇല്ല. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ച അടയാളങ്ങൾ ഇതൊക്കെ തന്നെയാണ്.
ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം കേട്ടുകൊള്ളുക. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി വഞ്ചന കാണിച്ചുകൊണ്ട് ലംഘിച്ചിരിക്കുന്നു. അംർ ബിൻ ജഹ്ഷ് വീടിന്റെ മേലെ കയറി അവിടെ നിന്ന് കല്ല് താഴേക്കിടാൻ പദ്ധതിയിട്ടത് സംബന്ധിച്ച് അള്ളാഹു തന്റെ നബിക്ക് അറിയിപ്പ് നൽകുകയുണ്ടായി. നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യഹൂദികൾ സ്തബ്ധരായിപ്പോയി. മുഹമ്മദ് ബിൻ മസ്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉഖ്രിജു മിൻ ബലദി ഫഖദ് അജൽതകും അശറൻ ഫമൻ റുവിയ ബാദ ദാലിക സറബ്തു ഉനുക്കുക. നിങ്ങൾ എൻ്റെ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകുവിൻ. നിങ്ങൾക്ക് 10 ദിവസം സാവകാശം നൽകുന്നു. അതിനുശേഷം ആരെയെങ്കിലും കണ്ടാൽ അയാളുടെ ഗളച്ഛേദം ചെയ്യുന്നതായിരിക്കും. യഹൂദികൾ പറഞ്ഞു, ഔസ് ഗോത്രത്തിലെ ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, ഇപ്പോൾ മനസ്സ് മാറിയിരിക്കുന്നു. ഔസിന്റെയും ഖസറജിന്റെയും മനസ്സിൽ യഹൂദികളോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷം അവിടെ അള്ളാഹുവിനോടും അവൻ റസൂലിനോടുമുള്ള സ്നേഹം മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം കേട്ടതിനെ തുടർന്ന് യഹൂദികൾ നാടുവിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ബനൂ നദീറിന് ഏതാനും ദിവസത്തെ സാവകാശം നൽകിയിരുന്നതിനാൽ അവർ നാടുവിടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അവരുടെ യാത്രാവാഹന മൃഗങ്ങൾ സീജദർ എന്ന പ്രദേശത്തുള്ള മേച്ചിൽപ്പുറത്താണ് ഉണ്ടായിരുന്നത്. സീജദർ കുബയുടെ പ്രാന്തപ്രദേശത്ത് മദീനയിൽ നിന്ന് 8 മൈൽ ദൂരെയുള്ള ഒരു മേച്ചിൽപ്പുറമാകുന്നു. അവർ അതിനെ തിരികെ കൊണ്ടുവരാൻ തുടങ്ങുകയും അഷ്ജെ ഗോത്രത്തിൽ നിന്ന് കുറച്ച് ഒട്ടകങ്ങളെ കടമായി ചോദിക്കുകയും ചെയ്തിരുന്നു. യഹൂദികൾ അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ഒരു തന്ത്രം മെനയുകയുണ്ടായി. ഈ തന്ത്രം കാരണം അവരുടെ ഉദ്ദേശം മാറുകയും ചെയ്തു. അതിന്റെ വിശദീകരണമായി ചരിത്രത്തിൽ പറയുന്നു, യഹൂദികൾ തങ്ങളുടെ തയ്യാറെടുപ്പിലായിരുന്നു. അവർക്ക് അബ്ദുല്ലാ ബിൻ ഉബയ്യിന്റെ ഒരു സന്ദേശം കിട്ടുകയുണ്ടായി. സവീദും ദായിസുമാണ് ഈ സന്ദേശവുമായി എത്തിയത്. അബ്ദുല്ലാ ബിൻ ഉബൈ പറയുന്നു, നിങ്ങൾ വീടുകളിൽ നിന്ന് പോവുകയോ സമ്പത്ത് ഒഴിവാക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ കോട്ടകളിൽ തന്നെ കഴിച്ചു കൂട്ടുക. എൻ്റെ പക്കൽ എൻ്റെ സമുദായത്തിൻ്റെയും അറബികളുടെയും 2000 യുവാക്കളുണ്ട്. അവർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കോട്ടകളിൽ പ്രവേശിക്കുന്നതാണ്. അവരിൽ അവസാന വ്യക്തി മരിക്കുന്നതുവരെയും മുസ്ലിങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതല്ല. ബനൂ ഖുറൈസയും നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളെ നിന്ദ്യരാകാൻ വിടുന്നതല്ല. ബനൂ ഗത്ഫാനിലെ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഇവിടെ നിന്ന് പോകുന്നതാണ്. അള്ളാഹു മുനാഫിക്കീങ്ങളുടെ ഈ കുതന്ത്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അലം തറ ഇലല്ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹുമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജ്തും ലൻ തഖ്റുജന്ന മഅകും വലാ നുതീഉ ഫീകും അഹദൻ അബദൻ വഇൻ ഖൂതിൽതും ലനൻസുറന്നകും. കാപട്യം കാണിച്ചവരെ നീ കണ്ടുവോ? ഗ്രന്ഥാനുസാരികളിൽ നിന്ന് അവിശ്വസിച്ചവരായ തങ്ങളുടെ സഹോദരന്മാരോട് അവർ പറയുന്നു, നിങ്ങൾ പുറത്താക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായി ഞങ്ങളും നിങ്ങളോടൊപ്പം പുറത്തു പോകും. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ആരെയും അനുസരിക്കുകയില്ല. നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യപ്പെടുന്നതായാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. അബ്ദുല്ലാ ബിൻ ഉബൈ തങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ബനു ഖുറൈസയിലെ കഅബ് ബിൻ അസദ് ബിൻ ഖുർസിക്ക് സന്ദേശം അയക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിൽ ആരും തന്നെ ഉടമ്പടി ലംഘിക്കാൻ തയ്യാറല്ല. അങ്ങനെ അദ്ദേഹം അത് നിരാകരിച്ചു. അബ്ദുല്ലാ ബിൻ ഉബൈ ബനു ഖുറൈസയുടെ നിലപാടിൽ നിരാശനായി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ബനു നദീറിനും ഇടയ്ക്കുള്ള വിഷയം കൂടുതൽ ഘോരതരമാകാൻ ആഗ്രഹിച്ചിരുന്നു. അയാൾ കൂടെ കൂടെ ഹുയ്യിന് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ഹുയ്യി പറഞ്ഞു, ഞങ്ങൾ സ്വത്തുക്കളൊന്നും ഉപേക്ഷിക്കുകയില്ലെന്നും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്നും പറഞ്ഞ് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ
സന്ദേശം അയക്കാൻ പോവുകയാണ്. ഹുയി അബ്ദുല്ലാ ബിൻ സുലൂലിന്റെ വർത്തമാനത്തിൽ വശീകരിക്കപ്പെട്ടു. സലാം ബിൻ മുഷ്കം ഹുയിനോട് പറഞ്ഞു, ഹുയെ, നിന്റെ ആത്മാവ് നിന്നെ വഞ്ചിക്കുകയാണ്. നിന്റെ അഭിപ്രായത്തെ ഭോഷത്വമെന്ന് കണക്കാക്കപ്പെടുമെന്ന് എനിക്ക് ആശങ്കയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നമ്മുടെ അനുസരണമുള്ള യഹൂദികളോടൊപ്പം നിന്നെ ഉപേക്ഷിക്കുമായിരുന്നു. ഹുയെ, നീ അങ്ങനെ ചെയ്യരുത്. അയാളോട് പറഞ്ഞു, അള്ളാഹുവാണേ, നിനക്ക് നിന്റെ കൂട്ടാളികൾക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ സത്യറസൂലാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കാത്തതിന് കാരണം നമുക്ക് അദ്ദേഹത്തോടുള്ള അസൂയയാകുന്നു. പ്രവാചകത്വം ബനു ഹാറൂനിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. വരൂ, നമുക്ക് അദ്ദേഹം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാം. നമ്മൾ അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും നീ അദ്ദേഹത്തോട് വഞ്ചന കാണിക്കുന്ന കാര്യത്തിൽ എന്നെ എതിർക്കുകയാണ് ചെയ്തതെന്നും അറിയാം. നമ്മൾ ഇവിടെ നിന്ന് പോവുകയും ഫലങ്ങൾ പാകമാകുമ്പോൾ വരികയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫലങ്ങളുടെ അടുക്കൽ വന്ന് അത് വിൽപ്പന നടത്തണം. അതല്ലെങ്കിൽ അയാൾ ഉചിതമായത് ചെയ്ത് നമ്മുടെ അടുക്കൽ വരുന്നതാണ്. അതായത് ഈ നിലയ്ക്ക് നമ്മൾ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. കാരണം നമ്മുടെ മുതൽ നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ സമ്പത്തും കർമ്മങ്ങളും കാരണമാണ് നമുക്ക് സമുദായത്തിന് മേൽ മേന്മയുള്ളത്. നമ്മുടെ സമ്പത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ദൈന്യതയിൽ മറ്റ് യഹൂദികളെപ്പോലെ ആയിത്തീരുന്നതാണ്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കൽ വന്ന് ഒരു ദിവസമെങ്കിലും നമ്മുടെ കോട്ടകളെ ഉപരോധിക്കുന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ ഇപ്പോൾ അവർ നമുക്ക് അയച്ച സന്ദേശത്തെ അംഗീകരിക്കുന്നതല്ല, അവർ അത് നിരാകരിക്കുന്നതായിരിക്കും. ഹുയ് ബിൻ അഖ്തബ് പറഞ്ഞു, സന്ദർഭം കിട്ടിയാലല്ലേ മുഹമ്മദ് നമ്മെ ഉപരോധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്നതാണ്. അബ്ദുല്ലാ ബിൻ ഉബൈ ഞാനുമായി ചെയ്ത വാഗ്ദാനം നീ കണ്ടില്ലേ? സലാം ബിൻ മുഷ്കം പറഞ്ഞു, അബ്ദുല്ലാ ബിൻ ഉബൈന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. അയാൾ നിന്നെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് എറിയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം ചെയ്യണമെന്നതാണ് അയാളുടെ ആഗ്രഹം. അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയും നിന്നെ കൈയൊഴുകുകയും ചെയ്യും. അബ്ദുല്ലാ ബിൻ ഉബൈ കാബിനോട് സഹായം ചോദിച്ചെങ്കിലും കാബ് നിരാകരിക്കാനുണ്ടായത്. കാബ് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ബനു ഖുറൈസയിലെ ആരും തന്നെ ഉടമ്പടി ലംഘിക്കുന്നതല്ല. അബ്ദുല്ലാ ബിൻ ഉബൈ തൻ്റെ കൂട്ടുകാരായ ബനു കൈൻകായോടും ഇതേ രീതിയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും യുദ്ധം ചെയ്യാൻ ശ്രമിച്ചതാണ്. ഉടമ്പടിക്ക് വില കൽപ്പിക്കാതെ തങ്ങളെ സ്വയം കോട്ടകളിൽ തടവിലാക്കി. അങ്ങനെ അബ്ദുല്ലാ ബിൻ ഉബൈന്റെ സഹായം കാത്തിരിക്കുകയായിരുന്നു. അയാളാകട്ടെ തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയുമായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വളയുകയും അവസാനം അദ്ദേഹത്തിന്റെ കൽപ്പന അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. ഇബ്നു ഉബയ്യ് തന്റെ കൂട്ടുകാരെ സഹായിക്കുകയുണ്ടായില്ല. അയാളാകട്ടെ വാളുകളുമായി ഔസിനോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും ഭാഗഭാക്കായിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധങ്ങളുടെ ആ ശൃംഖല അവസാനിച്ചിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി. അതിനിടയിൽ, അതായത് യുദ്ധങ്ങൾക്കിടയിൽ തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. ഇബ്നു ഉബയ്യ് യഹൂദിയോ മുസ്ലിമോ അല്ല. അയാൾ തന്റെ സമുദായത്തിന്റെ മതത്തിലുമില്ല. നമ്മൾ എങ്ങനെയാണ് അയാൾ പറയുന്നത് അംഗീകരിക്കുക? ഹുയൈ പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ശത്രുതയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതാണ്. അദ്ദേഹവുമായി യുദ്ധങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതും നമ്മുടെ സമ്പത്തും ശ്രേഷ്ഠതയും അവസാനിക്കുന്നതുമാണ്. നമ്മുടെ മക്കൾ ബന്ദികളാക്കപ്പെടുകയും യുദ്ധവീരന്മാർ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഹുയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം ചെയ്യാമെന്ന കാര്യമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും നിരാകരിക്കുകയാണ് ഉണ്ടായത്. യഹൂദി ഗോത്രത്തിലെ മന്ദബുദ്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വൃദ്ധനായ സാറൂഖ് ബിൻ അബി ഹക്കീക്കും പറഞ്ഞു, അല്ലയോ ഹുയേ, നീ വളരെ മോശം മനുഷ്യനാണ്. നീ ബനു നദീറിനെ നശിപ്പിക്കുന്നതാണ്. ഹുയേ കോപാന്തനായി പറഞ്ഞു, ബനു നദീറിലെ ആളും, അതായത് ഈ പൊട്ടനും വിവരം കെട്ടവനും എന്നോട് സംസാരിക്കുന്നു. സാറൂഖിനെ അയാളുടെ സഹോദരന്മാർ മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് ഹുയിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൽപ്പനയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും നിന്നെ എതിർക്കുന്നതല്ല. തുടർന്ന് ഹുയി തൻ്റെ സഹോദരനായ ജദ്ദൈ ബിൻ അഖ്തബിനെ സന്ദേശവാഹകനായി അയച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി മുസ്ലിങ്ങളുടെ നേതാവിനോട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതല്ലെന്നും എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്നും പറയുക. ജദ്ദൈ മദീനയിലെത്തി ഹുയിന്റെ സന്ദേശം കേൾപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബാക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സഹാബാക്കളും തക്ബീർ മുഴക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാരിയത്തുൽ യഹൂദ്, യഹൂദികൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നദീറിന്റെ ചെയ്തികൾക്കും യുദ്ധപ്രഖ്യാപനത്തിന് മറുപടിയായി ബനൂ നദീറിനെ ആക്രമിക്കാൻ വിളംബരം ചെയ്തു. തുടർന്ന് സഹാബാക്കൾ അപ്പോൾ തന്നെ തയ്യാറെടുപ്പിൽ മുഴുകുകയുമുണ്ടായി. യഹൂദികളുടെ ഈ സന്ദേശവാഹകൻ ജദ്ദേ ബിൻ അഖ്തബ് ഉടൻ തന്നെ അബ്ദുല്ലാ ബിൻ ഉബയ്യിന്റെ വീട്ടിലെത്തി. അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചതും തുടർന്നുള്ള സംഭവങ്ങളും കേൾപ്പിച്ചു. അയാൾ തൻ്റെ വീട്ടിൽ ആ സമയത്ത് തൻ്റെ സുഹൃത്തുക്കളുമായി സ്വറ പറഞ്ഞിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് സന്ദേശം അയക്കാം. അവർ നിങ്ങളോടൊപ്പം കോട്ടകളിൽ പ്രവേശിക്കുന്നതാണ്. പക്ഷേ ഹുയ്യിൻ്റെ സന്ദേശവാഹകൻ ജദ്ദി കാണുന്നത് ഇബ്നു ഉബയ്യിൻ്റെ മകൻ ഹസ്രത്ത് അബ്ദുള്ള പടച്ചട്ടയും അണിഞ്ഞ് വാളുമെടുത്ത് ഇസ്ലാമിക സൈന്യത്തിൽ പങ്കാളിയാകാൻ ഓടുന്ന കാഴ്ചയാണ്. അപ്പോൾ ജദ്ദി അയാളുടെ ഈ നിസ്സഹകരണത്തിൽ നിരാശനാകുകയുണ്ടായി. അയാൾ ഉടൻ തന്നെ ഹുയ്യിൻ്റെ അടുക്കലെത്തി എല്ലാ കാര്യങ്ങളും വിവരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സന്ദേശം കേട്ടപ്പോൾ യഹൂദികൾ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന് പറയുകയും ഉച്ചത്തിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് യുദ്ധവിളംബരം നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അയാൾക്ക് വിശ്വാസം വന്നില്ല. ഇതെല്ലാം അവരുടെ യുദ്ധതന്ത്രങ്ങളാണെന്ന് പറയുകയും ചെയ്തു. ഹുയ്യി ചോദിച്ചു, അബ്ദുല്ലാ ബിൻ ഉബൈ എന്തു പറഞ്ഞു? അയാൾ ഇബ്നു ഉബയ്യുമായി നടന്ന സംസാരം കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അഥവാ ഉബയ്യ് പറഞ്ഞു, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയക്കാം. അവർ നിങ്ങളോടൊപ്പം കോട്ടകളിലേക്ക് എത്തുന്നതാണ്. ജദ്ദി പറഞ്ഞു, സഹോദര, എനിക്ക് അയാളുടെ സഹായത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടകൾ വളയാൻ സഹാബാക്കൾക്ക് കൽപ്പന നൽകുകയും ചെയ്തു. ഇത് സംബന്ധമായി ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസ് ഗോത്രത്തിലെ ഒരു നേതാവായ മുഹമ്മദ് ബിൻ മസ്ലമയെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബനൂ നദീറിന്റെ അടുക്കൽ പോയി ഇപ്പോഴത്തെ കാര്യങ്ങൾ, അതായത് അവർ തങ്ങളുടെ ദ്രോഹത്തിൽ ഒരുപാട് മുന്നോട്ട് ഗമിച്ചുവെന്നും അവരുടെ വഞ്ചന പാരമ്യതയിലെത്തിയെന്നും അതുകൊണ്ട് ഇനി അവർ മദീനയിൽ താമസിക്കുന്നത് ശരിയല്ലെന്നും പറയുക. അവർ മദീന വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി താമസികമാക്കുന്നതാണ് ഉചിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനവർക്ക് 10 ദിവസം സാവകാശവും നൽകുകയുണ്ടായി. മുഹമ്മദ് ബിൻ മസ്ലമ അയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ വലിയ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് പെരുമാറിയത്. അയാൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഞങ്ങൾ മദീനയിൽ നിന്ന് പോകാൻ തയ്യാറല്ല, നിങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്തു കൊള്ളുക. അയാളുടെ ഈ മറുപടിയെ പറ്റി അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിയന്ത്രിതമായി പറഞ്ഞു, അല്ലാഹു അക്ബർ, യഹൂദികൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് യുദ്ധത്തിന് തയ്യാറാകാൻ കൽപ്പന നൽകുകയും സഹാബാക്കളുടെ ഒരു സംഘവുമായി ബനൂ നദീറിനെതിരിൽ യുദ്ധമൈതാനത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യത്തിന്റെ ഭരണാധിപനായിരുന്നു. നാട്ടിലെ ഭരണാധിപനെ വധിക്കുവാൻ ഭയാനകമായ ആസൂത്രണം ചെയ്ത കാരണത്താൽ കലാപകാരികൾ ലജ്ജിതരായി ആയുധവുമേന്തി യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു. മദീനയെ വലിയ രക്തച്ചൊരിച്ചിൽ നിന്ന് രക്ഷിക്കേണ്ടതും മദീനയെ സംരക്ഷിക്കാൻ ഈ കലാപകാരികളെ ഒതുക്കേണ്ടതും അനിവാര്യവുമായിരുന്നു. അതുകൊണ്ട് കലാപകാരികളെ നേരിടുന്നതിന് എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പുറപ്പെടുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഇബ്നു ഉമ്മ മക്തൂമിനെ മദീനയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിക്കുകയും ചെയ്തു. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയ്ക്ക് കൂടാരം കൊടുത്തിട്ട് അവ ബനൂ നദീറിന്റെ കോട്ടകൾക്ക് മുന്നിൽ സ്ഥാപിക്കാൻ പറയുകയും ചെയ്തു. ഇത് പ്രത്യേകതരം മരം കൊണ്ടുള്ളതായിരുന്നു. ചിലർ ഇത് തുകൽ കൊണ്ടുള്ളതാണെന്നും പറയുന്നു. യുദ്ധപതാക ഹദ്റത്ത് അലി ബിൻ അബി താലിബാണ് പിടിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുകയും വൈകുന്നേര സമയത്ത് ബനൂ നദീറിന്റെ പ്രദേശത്തെത്തി താവളമടിക്കുകയും ചെയ്തു. അവിടെ തുറസായ മൈതാനത്ത് അസർ നമസ്കരിപ്പിച്ചു. അതേസമയം യഹൂദികൾ തങ്ങളുടെ കോട്ടകളിൽ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. അവർ കോട്ടകൊത്തളങ്ങളുടെ മുകളിൽ കയറി അമ്പെയ്യാനും കല്ലെറിയാനും തുടങ്ങി. ഇശായുടെ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിപ്പിച്ചു. നമസ്കാരത്തിന് ശേഷം 10 സഹാബാക്കളോടൊപ്പം മദീനയിൽ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ട അണിഞ്ഞിരുന്നു. കുതിരപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ സൈന്യാധിപനായി നിയോഗിച്ചു. മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് അബൂബക്കറിനെ സൈന്യാധിപനാക്കിയെന്നും പറയുന്നുണ്ട്. ഏതായാലും മുസ്ലിങ്ങൾ രാത്രി യഹൂദികളെ ഉപരോധിച്ചുകൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. തക്ബീർ ധ്വനികളും ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പുലർച്ചെ പ്രഭാതത്തിന്റെ വെളിച്ചം വന്നു തുടങ്ങിയപ്പോൾ ഹസ്രത്ത് ബിലാൽ ഫജ്ർ ബാങ്ക് കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോയിരുന്ന 10 സഹാബാക്കളുമായി സൈനിക താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കരിപ്പിച്ചു. യഹൂദികളിൽ അസ്ബക്ക് എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇയാളുടെ പേര് ഗസൂൽ എന്നും വന്നിട്ടുണ്ട്. ഇയാൾ വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു. ഇയാൾ തൊടുത്തുവിടുന്ന അമ്പ് വളരെ ദൂരെ ചെന്ന് പതിച്ചിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടാരം ലക്ഷ്യമാക്കി അമ്പ് ചെയ്യുകയുണ്ടായി. അമ്പ് കൂടാരത്തിൽ വന്ന് തറയ്ക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാരം അമ്പെയ്ത്തുകാരിൽ നിന്ന് ദൂരെ ഒരിടത്ത് സ്ഥാപിക്കാൻ കൽപ്പന നൽകുകയുണ്ടായി. രാത്രിയായെങ്കിലും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യോ അയാളുടെ സുഹൃത്തുക്കളോ ബനൂ നദീറിന്റെ അടുക്കൽ വരികയുണ്ടായില്ല. അയാൾ തന്റെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ബനൂ നദീർ അയാളുടെ സഹായത്തെ സംബന്ധിച്ച് നിരാശനായിട്ടുണ്ടായിരുന്നു. സലാം ബിൻ മുഷ്കമും കിനാന ബിൻ സവീരയും ഹുയിനോട് ചോദിച്ചു, നീ പ്രതീക്ഷിച്ചിരുന്ന ഇബ്നു ഉബയ്യന്റെ സഹായം എവിടെ? ഹുയി പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ നാശം എൻ്റെ വിധിയിൽ എഴുതപ്പെട്ടതായിരിക്കും. ഇതിനിടയിൽ ഒരു രാത്രി ഇശാ സമയത്ത് ഹസ്രത്ത് അലിയെ കാണാതായി. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അലിയെ എവിടെയും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം നിങ്ങളുടെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. കുറച്ചു സമയത്തിനകം ഹസ്രത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടാരത്തിലേക്ക് അമ്പെയ്ത അസ്വക്കിന്റെ തലയും കൊയ്തുകൊണ്ട് വരികയുണ്ടായി. ഹസ്രത്ത് അലി അയാൾ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വലിയ നേതാവിനെ വധിക്കുവാൻ വരുന്നതും കാത്ത് തക്കം പാർത്തിരിക്കുകയായിരുന്നു. അയാളുടെ കൂടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അലി അയാളെ ആക്രമിക്കുകയും അയാളെ വധിക്കുകയും ചെയ്തു. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോവുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോടൊപ്പം 10 പേരുടെ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. അതിൽ ഹസ്രത്ത് അബൂ ദുജാന, ഹസ്രത്ത് സഹൽ ബിൻ ഹുനൈഫ് എന്നിവരും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അലിയും സംഘവും അസ്വക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പിടികൂടി. അവർ ഹസ്രത്ത് അലിയെ കണ്ട് ഓടിപ്പോയതായിരുന്നു. സഹാബാക്കളുടെ സംഘം അവരെ എല്ലാം വധിക്കുകയുണ്ടായി. ചില പണ്ഡിതന്മാർ ഈ സംഘത്തിൽ 10 പേരുണ്ടായിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. സഹാബാക്കൾ അവരെ വധിച്ച് അവരുടെ തലകളുമായി എത്തി. പിന്നീട് അവ വിവിധ കിണറുകളിൽ ഇടുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശിരസുകളെ ബനു ഖത്മയുടെ കിണറിലിടാൻ കൽപ്പിക്കുകയുണ്ടായി. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. സഫുകളിൽ നിൽക്കുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നില്ലെന്ന് എന്നോട് ഒരാൾ പറയുകയുണ്ടായി. ഇപ്പോൾ കോവിഡിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. സഫിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر